പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന് വേണ്ടിയുള്ള മൂന്നാം ദിനത്തിലെ തിരച്ചിൽ പുനരാരംഭിച്ചു. ഏകരൂർ സ്വദേശി ഷിജുവിനെ ഞായറാഴ്ചയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. രണ്ടാം ദിനത്തിൽ എം കെ രാഘവൻ എം പി, വി ടി സൂരജ് MLA എന്നിവരുടെ ഏകോപനത്തോടെ വിശദമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് ഇന്നും തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും യുവാവിന് വേണ്ടിയുള്ള മൂന്നാം ദിനത്തിലെ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഞായറാഴ്ച വൈകുന്നേരം 4:30-നാണ് എഗരൂർ സ്വദേശിയായ BS ഷിജുവിനെ പൂനൂർ പുഴയിൽ കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു ഷിജു. പിന്നീട് അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അതിനു പിന്നാലെ ഈ ഷിജു ഒഴുക്കിൽപ്പെട്ടത് വിവരമറിയിച്ച നാട്ടുകാരും ഒപ്പം തന്നെ നരിക്കുനിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും അടക്കമുള്ളവർ അവിടെ തെരച്ചിൽ നടത്തിയെങ്കിലും ആദ്യത്തെ ദിവസം ഷിജുവിനെ കണ്ടെത്താനായില്ല. ഇന്നലെ രണ്ടാം ദിവസം ഷിജുവിന് വേണ്ടി വൈകിട്ട് രാത്രി 8ഓളം അഗ്നിരക്ഷാസേന തെരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് നിന്നെത്തിയ സ്കൂബ മുങ്ങൽ വിദഗ്ധരുടെ ഉൾപ്പെടെ സഹായവും തേടിയിരുന്നു. അഗ്നിരക്ഷാസേനയുടെ ഭാഗമായിട്ട് തന്നെയുള്ള സ്കൂബ വിദഗ്ധരുടെ സഹായം തേടിയിരുന്നു. കൂടാതെ മുക്കത്ത് നിന്നും വെള്ളിമാട് കുന്നിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകൾ കൂടി ഇന്നലെ നടന്ന തെരച്ചിലിൽ പങ്കാളികളായി. വൈകിട്ട് 4:30 ഞായറാഴ്ച ഈ സംഭവം നടക്കുമ്പോൾ കോളിക്കലിൽ സുഹൃത്തിന്റെ വീടിന്റെ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ടാണ് ഷിജു 3 സുഹൃത്തുക്കൾക്കൊപ്പം ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. അവിടെ നിന്ന് കാറിൽ മടങ്ങുന്നത് വഴിയിലാണ് വാഹനം റോഡരികിൽ നിർത്തുകയും കുളിക്കാനിറങ്ങുകയുമാണ് ഷിജു ചെയ്തത്. കൃത്യമായി ഈ സ്ഥലം പറഞ്ഞാൽ പൂനൂർ ചീനിമുക്ക് കട്ടിപ്പാറ റോഡിൽ പെരുന്തോട്ടുമണ്ണ് കൊളായി വയലിലാണ് ഈ സംഭവം. സമീപവാസികളായ കുട്ടികളാണ് അന്ന് ഞായറാഴ്ച ഈ ഷിജു പുഴയിൽ മുങ്ങിത്താഴുന്ന രംഗം കണ്ടത്. തുടർന്ന് അവർ അഗ്നിരക്ഷാ സേനയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം തിരച്ചിൽ നടത്തി, ഇന്നലെ രണ്ടാം ദിവസം തിരച്ചിൽ നടത്തി. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മൂന്നാം ദിവസത്തെ തിരച്ചിലിനായി ഉള്ള ശ്രമങ്ങളൊക്കെ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നെങ്കിലും ഷിജുവിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഷിജുവിന്റെ കുടുംബവും ഒപ്പം തന്നെ നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ഉള്ളത്.